ഞാനൊരു കാര്യം, എൻ്റെ ഭാഗത്താണ് ശരി, ഞാൻ പറയുന്ന ആളുടെ ഭാഗത്താണ് ശരി, നിങ്ങൾ പറയണേ. കഴിഞ്ഞിട്ടൊരു 2.5-3 മാസമായിട്ട് ഞാൻ എൻ്റെ കല്യാണ സാരിയുടെ പരതലായിരുന്നു. ഞാൻ ആക്ച്വലി പോയി എടുക്കണം, അതിന് റെഫറൻസൊക്കെ കണ്ടുപിടിച്ച് അതിന് പോയി ഓർഡർ കൊടുത്ത് ഓർഡർ ചെയ്ത് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പ്ലാനൊക്കെ സ്ഥാനത്തായി പോയി, ഞാൻ ആശുപത്രിയിലായി, ഒന്നും പറ്റില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലായിട്ട് ഓർഡർ കൊടുത്തു. അപ്പോൾ ഓർഡർ കൊടുക്കുമ്പോഴും ഞാൻ ഒരാൾക്ക് ഇതിങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇതെങ്ങനെയുണ്ട്, മറ്റതെങ്ങനെയുണ്ട്, മറിച്ചതെങ്ങനെയുണ്ട്. ഞാനങ്ങനെ ഓർഡർ വ്യൂവറുമായിട്ട് സംസാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പാറ്റേൺ ഞാൻ വരയ്ക്കുന്നു, അതിൽ വേണ്ട മോട്ടീവ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തോ അതൊക്കെ ഞാൻ അപ്പുറത്തേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നതാട്ടോ ഞാൻ ചെയ്യുന്നത്, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തരും. തിരക്കുള്ളവരല്ലേ, ഞാനത് വലിയ കാര്യമാക്കാറില്ല. അങ്ങനെ സാധനം എൻ്റെ കയ്യിൽ കിട്ടി, വ്യൂ ചെയ്ത് വന്നു, എൻ്റെ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് ഓക്കെ ആയി. അങ്ങനെ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം ഞാനിത് ട്രയൽ ചെയ്ത് നോക്കണമല്ലോ. നമ്മൾ ഇത്രയും ആശിച്ച് മോഹിച്ച് ഞാൻ വരച്ചു കൊടുത്ത ഡിസൈൻ എൻ്റെ കല്യാണ സാരിയായിട്ട് ഞാൻ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത കളർ പാറ്റേൺ, ഞാൻ പറഞ്ഞു കൊടുത്ത ചിത്രങ്ങളൊക്കെ എൻ്റെ സാരിയിൽ വ്യൂ ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെ ഈ സാധനം ഞാൻ എടുക്കുകയുള്ളൂ. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ ഈ പറയുന്ന 1-2 മാസത്തെ കാര്യം, ഒരു 2.5 മാസത്തെ കാര്യം ചുരുക്കം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് അയച്ചു കൊടുത്തിട്ട് എന്താ പറയുക, എനിക്ക് റിപ്ലൈ വരുന്നത് മണിക്കൂറുകൾക്ക് ശേഷം. അപ്പം തിരക്കല്ലേ, ബാങ്കിലാണ് ജോലി, ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ അതിലെല്ലാം ഉപരി ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലിരിക്കുന്ന ആൾ എന്നൊക്കെ ഓക്കെ തിരക്കായിപ്പോൾ. ഞാൻ ആക്ച്വലി എനിക്കൊരു പണിയില്ല, ഞാൻ അങ്ങനെ വീട്ടിലിരിക്കില്ല. അപ്പം ഞാൻ മറ്റുള്ളവരുടെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ അങ്ങനെ ഞാനിത് അയച്ചു കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന റിപ്ലൈ ആകെ കൂടെ തിളങ്ങിയാലോ മനീഷ മനുഷ്യനോട്. അപ്പോൾ ഞാൻ എന്താ കയറുന്നത്, അപ്പോൾ എനിക്ക് ഭംഗിയുണ്ടെന്നോ, എൻ്റെ കളറ് ചേരുന്നുണ്ടോന്നോ കളർ ചേരുന്നില്ലയെന്നോ അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പിറ്റേന്നോ തോന്നും എന്നെ കാണാൻ വന്നു, വയ്യാത്ത രീതിയല്ലേ. അപ്പോൾ പലപ്പോഴും അങ്ങനെ പുറത്ത് പോകുന്ന ആളെല്ലാം അതിട്ട് അങ്ങനെ എപ്പോഴൊന്നും വരില്ല, അങ്ങനെ വല്ലപ്പോഴും എന്ന് പറയില്ല കേട്ടോ, 1-2 ദിവസം അല്ലെങ്കിൽ മിക്കവാറും കാണും. പക്ഷെ അടുത്തേക്ക് വരല് ചുരുക്കം സമയത്ത് മാത്രം. അപ്പം അങ്ങനെ അടുത്തേക്ക് വന്നു, എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ കാണാൻ വന്ന എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഞാൻ പറഞ്ഞു ചെയ്യിച്ച് എൻ്റെ സാരി കാണിച്ചു കൊടുക്കണമല്ലോ. എങ്ങനെ അതല്ല അതിൻ്റെ ഒരു ശരി. അപ്പം ഞാൻ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി എടുത്ത് കൊണ്ടുവന്നു. അങ്ങനെയല്ല, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ വിളിച്ചു വരുന്നത് ചെയ്തിങ്ങനെ സാരി കാണുന്നു. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് കാണും വേണം, സാരി കാണിച്ചു കൊടുക്കും വേണം. അപ്പോൾ ഞാൻ സാരി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, ആളിപ്പോൾ വിചാരിച്ചിട്ട്. അങ്ങനെ ആൾ വന്നിട്ട് ഞാനിതിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതാണോ എൻ്റെ സാരി അങ്ങനെ ചോദിച്ചു. പുച്ഛല്ല, പക്ഷെ എന്നാലും ഇതാണോ എൻ്റെ സാരി എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്ക് മാച്ച് ഉണ്ടാവുമോ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. ഇത്ര ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഒരു റെഫറൻസ് പിക്ചർ എടുത്തിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു. ഞാൻ അങ്ങനെ കുറേ മുന്നേ അങ്ങനെ റെഫറൻസ് എടുത്ത് വെക്കില്ല നമ്മളപ്പോൾ, അങ്ങനെ കളർ കോമ്പിനേഷൻ ഏകദേശം കിട്ടിയ ഒരെണ്ണം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇവിടെ നിന്നല്ലേ, ഇതൊരു തമിഴ്, കന്നഡ, തെലുങ്കു അങ്ങനെ എന്തോ ഒരു ബ്രൈഡിൻ്റെ ഫോട്ടോ ആണ്. ഞാനിതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇരിക്കും ഏകദേശം ഞാൻ എടുത്ത് വന്നാൽ ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കാണിച്ചു കൊടുത്തതും ഇതിങ്ങനെ സൂം ചെയ്തിട്ടേ ഈ പെണ്ണിന് ഇത് ഭംഗിയില്ല. അപ്പോൾ ഞാൻ ആരായി? 2-2.5 മാസം ഈ സാരിക്ക് വേണ്ടി ഞാൻ നടക്കുകയാണ്. ഡിസൈൻ തപ്പണോ, കളർ തപ്പണോ, ഈ ഓരോ സ്റ്റെപ്പിനും ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തു, ഒക്കെ പോട്ടെ. അതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പെട്ടെന്ന് അതിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് വരണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് സാരി വന്നപ്പോൾ ഞാൻ ചുറ്റിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, മനുഷ്യ ഇത് കുറച്ച് തിളങ്ങുന്നുണ്ടല്ലോ, അപ്പോഴും എനിക്ക് ഭംഗിയുണ്ടെന്നോ ഭംഗിയില്ലാന്നോ അല്ലെങ്കിൽ എൻ്റെ മുഖത്തിനത് ചേരുന്നില്ല എന്നൊന്നും പറയാത്ത ആള് ഏതോ ഒരു കല്യാണപ്പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഇതിങ്ങനെ സൂം ചെയ്തിട്ട് എന്നോട് പറയാം, ഇവക്കിത് ചേരുന്നില്ല. എന്ത് വേണം നിങ്ങൾ പറ. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ സ്വന്തം ഫിയാൻസി. 1 മാസം കൊണ്ട് കഴിഞ്ഞാൽ ഭർത്താവാൻ പോകുന്ന ആളെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. സൂപ്പറല്ലേ? ഞാൻ എന്താ വേണ്ടേ? കൊല്ലാതെ വിട്ടത് എനിക്കെന്താ ആരോഗ്യമില്ലാതായിപ്പോയി. അന്നൊന്നല്ല, ഈ 2 ദിവസം മുന്നേ. പക്ഷേ
എന്താ നിങ്ങൾ പറ, നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു അനുഭവം, നിങ്ങൾക്കല്ല ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ അനുഭവം. നിങ്ങൾ ഷെയർ ചെയ്യട്ടോ. നിങ്ങൾ എന്താ ചെയ്തതും കൂടി നിങ്ങൾ ഷെയർ ചെയ്യണം. എൻ്റെ അനാരോഗ്യം കാരണം എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് പ്രതികരണ ശേഷി ഇല്ലായിരുന്നു ആരോഗ്യം കൊണ്ട്. പണ്ട് നമ്മുടെ കൂട്ടിലും വരും. ഇപ്പം ടാറ്റ പോട്ടേട്ടാ.